പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, കേരളത്തിൽ ഉള്ള മാധ്യമങ്ങളെ കുറിച്ചിട്ട് പല വീഡിയോകളിലും ഞാൻ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളുമായി നോക്കുമ്പോൾ കേരളത്തിൽ വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ള ഒരു മാധ്യമ മേഖലയുണ്ട് എന്നുള്ള കാര്യവും ഞാൻ ഇതിനു മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിൽ, ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എന്നുള്ള നിലയിൽ എനിക്ക് കേരളത്തിലെ മാധ്യമങ്ങളുമായി വളരെ അടുത്ത് സഹകരിക്കാനുള്ള ഒരു അവസരവും എനിക്ക് ഉണ്ടായിട്ടുണ്ട്. 2001-2006 കാലഘട്ടത്തിൽ അന്ന് ഈ പറഞ്ഞ പോലെ സാമൂഹ്യ മാധ്യമങ്ങൾ ആ നിലയിലേക്ക് വന്നിട്ടില്ല. അന്ന് അച്ചടി മാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളുമാണ്. ആ അച്ചടി ദൃശ്യമാധ്യമങ്ങളിലെ മാധ്യമപ്രവർത്തകരുമായി സജീവമായി അച്യുതാനന്ദൻ VS പ്രതിപക്ഷ നേതാവായിരുന്നപ്പോൾ അവരുമായിട്ട് സഹകരിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്, VS പ്രതിപക്ഷ നേതാവായിരുന്ന സമയത്ത് അദ്ദേഹം നടത്തിയ പ്രവർത്തനങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിൽ നിസ്തുലമായിട്ടുള്ള അസൂയാവർഹമായിട്ടുള്ള പങ്കാണ് കേരളത്തിലെ അച്ചടി ദൃശ്യ മാധ്യമങ്ങൾ നടത്തിയത് എന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. VS 5 വർഷക്കാലം നടത്തിയിട്ടുള്ള എല്ലാ ഇടപെടലുകൾക്കും ഏറ്റവും കൂടുതൽ പിന്തുണ നൽകിയത് അന്നത്തെ മാധ്യമങ്ങളായിരുന്നു. അത് അച്ചടി മാധ്യമങ്ങളായാലും ദൃശ്യമാധ്യമങ്ങളായാലും. VSന്റെ എല്ലാ യാത്രകളോടൊപ്പം ഈ പറഞ്ഞ മാധ്യമങ്ങളുടെ എല്ലാ മാധ്യമങ്ങളുടെയും പ്രവർത്തകരുണ്ടായിരുന്നു. ഒരുപക്ഷെ കൈരടി ഒഴിച്ച് ബാക്കി എല്ലാ മാധ്യമ പ്രവർത്തകരും VSന്റെ യാത്രകളോടൊപ്പം ഉണ്ടായിരുന്നു. VS അന്ന് പാർട്ടിയിൽ നടത്തിയ പോരാട്ടങ്ങൾക്ക് ഈ അച്ചടി മാധ്യമങ്ങൾ വലിയ പിന്തുണയാണ് അന്ന് നൽകിയത്. അപ്പോൾ അതിനെല്ലാം ഉത്തരവാദി ഞാനാണ് എന്ന് പറഞ്ഞുകൊണ്ട് എന്നെ പുറത്താക്കുന്ന സമയത്ത് എൻ്റെ പ്രവർത്തനവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ഈ മാധ്യമ സിൻഡിക്കേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഉപയോഗം തന്നെ സമൂഹത്തിൽ വ്യാപകമായി ചർച്ച ചെയ്യപ്പെട്ടത്. എന്തായാലും VS അനീതിക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടങ്ങൾ, VS അന്നത്തെ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം, അഴിമതിക്കെതിരെ നടത്തിയിട്ടുള്ള പോരാട്ടം, മനുഷ്യാവകാശ ലംഘനങ്ങൾ, പരിസ്ഥിതി ലംഘനങ്ങൾ, ഇതിനൊക്കെ VS നടത്തിയിട്ടുള്ള പോരാട്ടങ്ങളിലെല്ലാം VSന് അടിമുടി പിന്തുണ ആദ്യാവസാനം നൽകിയത് അന്നത്തെ മാധ്യമങ്ങളായിരുന്നു. അപ്പം അതുകൊണ്ട് തന്നെ കേരളത്തിലെ മാധ്യമങ്ങളെക്കുറിച്ച് വളരെ ബഹുമാനത്തോടു കൂടി മാത്രമേ എനിക്ക് ചിന്തിക്കാൻ പറ്റുകയുള്ളായിരുന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ അങ്ങനെ അല്ല എന്നുള്ളത് കൊണ്ടാണല്ലോ ഞാനത് പറയുന്നത്. സുഹൃത്തുക്കളെ, അന്ന് ഈ പറഞ്ഞ പോലെ എല്ലാത്തരം അനീതികൾക്കുമെതിരെ ആവേശോജ്വലമായി VS എന്ന് പറഞ്ഞ രാഷ്ട്രീയ നേതാവിനോടൊപ്പം നിന്നിരുന്ന ആ മാധ്യമങ്ങൾ, അല്ലെങ്കിൽ ആ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം, മുഴുവനെന്ന് ഞാൻ ഒരിക്കലും പറയില്ല, ആ മാധ്യമങ്ങളിൽ വലിയൊരു വിഭാഗം ഇന്ന് സംസ്ഥാന സർക്കാരിൻ്റെ ചട്ടുകമായി നിന്ന്, അല്ലെങ്കിൽ ഏകാധിപതിയായിട്ടുള്ള ക്രൂരനായിട്ടുള്ള ഒരു രാഷ്ട്രീയ നേതാവായിട്ടുള്ള കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായി വിജയന് ചൂട്ടുപിടിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കോടാലിക്കൈയായി നിന്നുകൊണ്ട് ഒരു ചെറുപ്പക്കാരനായിട്ടുള്ള രാഷ്ട്രീയ നേതാവിൻ്റെ ഭാവി എത്രത്തോളം തകർത്തു എന്നത് വിശദീകരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ നേതാവിൻ്റെ രാഷ്ട്രീയ ഭാവി തകർക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ നടന്ന എല്ലാ മനുഷ്യാവകാശ ലംഘനങ്ങൾക്കും കൂട്ടുനിൽക്കുക, അയാൾക്കെതിരെ ഭരണകൂടത്തിൻ്റെ ഒത്താശയോടുകൂടി കെട്ടിപ്പൊക്കിക്കൊണ്ടുവന്ന ആരോപണങ്ങളെല്ലാം സത്യമാണ് എന്ന് പറഞ്ഞ് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് ശ്രമിക്കുക, ഇത്തരത്തിലൊക്കെ ഏറ്റവും നീചമായിട്ടുള്ള ഒരു പ്രവർത്തനം കേരളത്തിലെ മാധ്യമങ്ങളിൽ വലിയൊരു പങ്ക്, പ്രത്യേകിച്ചും ദൃശ്യമാധ്യമങ്ങളിൽ വലിയൊരു പങ്ക്, അത്തരം ശ്രമങ്ങൾക്ക് വേണ്ടി അതിനോടൊപ്പം നിന്നു എന്നുള്ള ഏറ്റവും നിർഭാഗ്യകരമായിട്ടുള്ള ഒരു അവസ്ഥ എൻ്റെ പ്രേക്ഷകരുമായി പങ്കുവെക്കാൻ വേണ്ടിയിട്ടാണ് ഞാനിന്ന് ഈ വീഡിയോയിലൂടെ ശ്രമിക്കുന്നത്. സുഹൃത്തുക്കളെ, നമുക്കറിയാം, ഈ രാഹുൽ മാങ്കൂട്ടം എന്ന് പറഞ്ഞ അയാൾ പാലക്കാട് നിന്നുള്ള MLA ആണ്. ഞാൻ എല്ലാ വീഡിയോകളിലും പറയുന്നത് പോലെ ഈ വീഡിയോയിലും ആമുഖമായി എനിക്ക് പറയാനുള്ളത്, ആ ചെറുപ്പക്കാരൻ്റെ വനിതകളോടുള്ള പെരുമാറ്റം ശരിയാണെന്നുള്ള അഭിപ്രായം എനിക്കിപ്പോഴും ഇല്ല. പൊതുപ്രവർത്തകനായപ്പം ഇപ്പം ഉഭയകക്ഷി സമ്മതപ്രകാരമാണ് താൻ ഈ സ്ത്രീകളുമായിട്ടെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് എന്ന് അദ്ദേഹം പറയുമ്പോൾ അയാളൊരു സാധാരണ മനുഷ്യനായിരുന്നില്ല എന്ന് നമ്മൾ ഓർക്കണം. അയാളൊരു പാർട്ടിയുടെ നേതാവായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അയാളൊരു MLA ആയിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അയാളൊരു യുവജന നേതാവായിരുന്നു എന്ന് നമ്മൾ ഓർക്കണം. അങ്ങനെയുള്ള ഒരാൾ സ്ത്രീകളുമായി ബന്ധം പുലർത്തുമ്പോൾ അതിൽ പുലർത്തേണ്ട ഒരു ഡെക്കോറമുണ്ട്, അതിൽ പുലർത്തേണ്ട ഒരു മാന്യതയുണ്ട്. സ്ത്രീകളുമായി ബന്ധം പുലർത്തുമ്പോൾ അതിന് ചില അതിർവരമ്പുകൾ ഉണ്ടായിരുന്നു. ആ അതിർവരമ്പുകൾ ഒന്നും തന്നെ
ആ ചെറുപ്പക്കാരനായിട്ടുള്ള നേതാവ് അതിനകത്ത് നിന്നിരുന്നില്ല എന്ന് മാത്രമല്ല, അതിനപ്പുറത്തേക്ക് ഒരുപാട് കടന്നുപോയി എന്നുള്ള അഭിപ്രായം എന്നെ സംബന്ധിച്ചിടത്തോളം ഉണ്ട്. അതിപ്പോഴും ഞാൻ നിലനിർത്തുന്നു. അത് രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഏത് വീഡിയോ ചെയ്താലും ആ വീഡിയോയുടെ തുടക്കത്തിൽ ഞാനത് പറയും. അത് ഞാൻ ഇപ്പോഴും അത് ആവർത്തിക്കുന്നു. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഹാവിങ് സെഡ് ദാറ്റ്, അത് പറഞ്ഞതിന് ശേഷം എനിക്ക് ചില കാര്യങ്ങൾ പറയാനുണ്ട്. അതെന്താണെന്ന് ചോദിച്ചാൽ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയത്തിൽ മാധ്യമങ്ങൾ എടുത്ത സമീപനം ശരിയാണോ എന്നുള്ള ചോദ്യം ഇന്ന് ഈ നിമിഷത്തിൽ ഞാൻ ചോദിക്കുമ്പോൾ അതിന് കൂടുതൽ പ്രസക്തിയും പ്രാധാന്യവുമുണ്ട് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞാൻ രാഹുൽ മാങ്കൂട്ടത്തെക്കുറിച്ച് നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ട്. യഥാർത്ഥത്തിൽ കേരളം അടുത്ത കാലത്ത് കണ്ട യുവജന നേതാക്കളിൽ വെച്ച് ഏറ്റവും വൈബ്രന്റ്, ഏറ്റവും ഊർജ്ജസ്വലനായിട്ടുള്ള, ഏറ്റവും കാര്യക്ഷമമായി രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ എനിക്കാരും തർക്കമില്ല. രാഹുൽ മാങ്കൂട്ടം ഒരു അതുല്യനായിട്ടുള്ള സംഘാടകനായിരുന്നോ, അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടം എത്ര സമരങ്ങൾക്ക് നേതൃത്വം നൽകി, അവിടെയൊക്കെ നോക്കുമ്പോൾ രാഹുൽ മാങ്കൂട്ടം ഒരു പരാജയമായിരുന്നു എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഞാൻ നേരത്തെ വിലയിരുത്തിയിട്ടുണ്ട്. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ലഭ്യമായിട്ടുള്ള അവസരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ചെയ്യാൻ കഴിയുന്ന ആ മേഖലയ്ക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ട് അയാൾ അതിശക്തമായിട്ടുള്ള പോരാട്ടം ഈ ഭരണകൂടത്തിനെതിരെ നടത്തി എന്നുള്ള കാര്യത്തിൽ ആരും തർക്കവുമില്ല. കാരണം വെച്ചാൽ സാമൂഹിക മാധ്യമങ്ങളുടെയും ദൃശ്യമാധ്യമങ്ങളുടെയും ഒക്കെ കാലഘട്ടത്തിൽ ആ മാധ്യമങ്ങളെയൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഭരണകൂടത്തിനെതിരെ അതിശക്തമായിട്ടുള്ള പോർമുഖം തീർത്ത് മുന്നിൽ നിന്ന ഒരു നേതാവായിരുന്നു രാഹുൽ മാങ്കൂട്ടം എന്നുള്ള കാര്യത്തിൽ എനിക്ക് ആരും തർക്കവുമില്ല. സമരങ്ങളൊന്നും നയിച്ചിട്ടുണ്ടാവില്ല എന്നുള്ളത് നിലനിൽക്കുമ്പോൾ തന്നെ ദൃശ്യമാധ്യമങ്ങളിലൂടെയൊക്കെ അതിശക്തമായിട്ടുള്ള പോരാട്ടമാണ് ഈ പിണറായി സർക്കാരിനെതിരെ അയാൾ നടത്തിക്കൊണ്ടത്. സ്വാഭാവികമായും അയാൾക്ക് ഒരുപാട് ശത്രുക്കൾ പാർട്ടി ഉണ്ടായിരുന്നു. പ്രതിപക്ഷ ഭരണ പാർട്ടികളിലുണ്ടായിരുന്നു. CPM-ന്റെ ഏറ്റവും വലിയ കണ്ണിലെ കരടായിരുന്നു അയാൾ. പാലക്കാട് BJP-യിലെ കണ്ണിലെ കരടായിരുന്നു അയാൾ. അതോടൊപ്പം തന്നെ അയാളുടെ പാർട്ടിയിൽ തന്നെ നേതാക്കന്മാരുടെ വലിയ കണ്ണിലെ ഏറ്റവും വലിയൊരു കരടുകളിൽ ഒരാൾ അയാളായിരുന്നു എന്നുള്ളത് ഒരു വസ്തുതയാണ്. സുഹൃത്തുക്കളെ, ഇതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം അയാൾക്കെതിരെ സ്ത്രീപീഡന ആരോപണങ്ങൾ ഉയർന്നു വന്നപ്പോൾ അതിൽ മാധ്യമങ്ങൾ എടുത്ത ഈ പറഞ്ഞ പോലെ തികച്ചും ഏകപക്ഷീയമായിട്ടുള്ള, തികച്ചും തെറ്റായിട്ടുള്ള, തികച്ചും ഹീനമായിട്ടുള്ള സമീപനങ്ങളെ നമ്മൾ നോക്കിക്കാണാൻ. അയാൾക്കെതിരെ സ്ത്രീകൾ രംഗത്ത് വന്നു, പരാതിയുമായിട്ട് രംഗത്ത് വന്നു. ആ പരാതിയുമായിട്ട് രംഗത്ത് വന്ന സമയത്ത് അയാൾക്കെതിരെ മാധ്യമങ്ങൾ ഒരു സമീപനം അയാൾക്കെതിരെ എടുത്തതിൽ തെറ്റുണ്ടെന്ന് ഞാൻ പറയുന്നില്ല. കാരണം ഓഡിയോ സന്ദേശങ്ങൾ വരുന്നു, വാട്സാപ്പ് ചാറ്റുകൾ വരുന്നു, സ്ത്രീകളുടെ പരാതികൾ വരുന്നു. അപ്പോൾ അതൊക്കെ തന്നെ ദൃശ്യമാധ്യമങ്ങൾ എടുത്ത് അയാൾക്കെതിരെ ഉപയോഗിച്ചു എന്നതിൽ ഞാൻ തെറ്റ് കാണുന്നില്ല. അത് വന്നത് അവരുടെ ഈ പറഞ്ഞതുപോലെ അവരുടെ ഈ സമ്മർദ്ദം കൊണ്ടും വ്യൂവർഷിപ്പ് കൂട്ടാൻ വേണ്ടിയിട്ട് അവരത് ഉപയോഗിച്ചതാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറഞ്ഞു വയ്ക്കാം. പക്ഷേ അതിൻ്റെ അടുത്ത ഘട്ടം എന്തായിരുന്നു സുഹൃത്തുക്കളെ? അതിൻ്റെ അടുത്ത ഘട്ടം എന്ന് പറയുന്നത് ഈ പരാതികൾ കോടതികളിൽ ചെല്ലുന്ന ഒരു ഘട്ടമായിരുന്നു. ഇപ്പോൾ ആ ഘട്ടം ഏതാണ്ട് പൂർത്തിയാകുന്ന ഒരു നിലയിൽ ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. അയാൾക്കെതിരെ 3 പരാതികൾ ഉയർന്നു. അതിൽ 2 പരാതികളിൽ കീഴ്ക്കോടതികൾ അയാൾക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. അയാൾക്ക് മുൻകൂർ ജാമ്യം നൽകിയിരിക്കുകയാണ്. വേറൊരു പരാതി ഹൈക്കോടതിയിൽ ചെന്നത് അത് മുൻകൂർ ജാമ്യം കിട്ടാനാണ് സാധ്യത. ആ കേസിൻ്റെ വാദം നടക്കുമ്പോൾ തന്നെ എല്ലാ വാദഗതികളും കോടതിയുടെ ഭാഗത്തു നിന്ന് അയാൾക്ക് അനുകൂലമായിട്ടാണ്. അപ്പോൾ ആദ്യത്തെ ഘട്ടത്തിൽ ദൃശ്യമാധ്യമങ്ങൾ അയാൾക്കെതിരെ നിലപാടെടുത്തു എന്നുള്ളത് അംഗീകരിക്കാമെങ്കിൽ പോലും രണ്ടാം ഘട്ടത്തിൽ കോടതികളിൽ നിന്ന് അയാൾക്ക് അനുകൂലമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടുകൾ ഉണ്ടാകുമ്പോൾ ആ വിഷയം അതിൻ്റെ അർത്ഥത്തിൽ, അതിൻ്റെ വ്യാപ്തിയിൽ പൊതുജനങ്ങളുമായി ചർച്ച ചെയ്യാൻ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് പങ്കില്ലായിരുന്നോ സുഹൃത്തുക്കളെ? ദൃശ്യമാധ്യമങ്ങൾക്ക് ഉത്തരവാദിത്തമില്ലായിരുന്നോ? ബാധ്യതയില്ലായിരുന്നോ? കാരണം കോടതികൾ കാര്യകാരണ സഹിതമല്ലേ ഇയാൾക്കെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ എല്ലാം കെട്ടിപ്പൊക്കിയതാണ് എന്ന് പറഞ്ഞത്. ഇയാൾക്കെതിരെ ബലാത്സംഗ കേസ് നിലനിൽക്കില്ല എന്ന് കാര്യകാരണ സഹിതമല്ലേ കോടതികൾ പറഞ്ഞത്. ഇയാൾ ബലാത്സംഗം ചെയ്തു എന്ന് പറയുന്നതിന് ശേഷവും ഈ പരാതിക്കാരികൾ അയാളുമായി ബന്ധം പുലർത്തിയിരുന്നു എന്ന് കോടതി കണ്ടെത്തിയിട്ടില്ലേ? വിവാഹബന്ധത്തിൽ നിലനിൽക്കുന്ന സമയത്ത് തന്നെ വിവാഹ വാഗ്ദാനം അയാൾ നടത്തി എന്നുള്ളത് തെറ്റാണ് എന്ന് കോടതി കണ്ടെത്തിയില്ലേ? അപ്പോൾ അത്തരം കാര്യങ്ങളെല്ലാം കോടതി കണ്ടെത്തുന്നു. അപ്പോൾ ഇയാൾക്കെതിരെ കെട്ടിപ്പൊക്കിയ ആരോപണങ്ങളിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കോടതി തന്നെ കണ്ടുപിടിച്ചു.
എന്ന് മാത്രമല്ല, നമ്മൾ ഇടയ്ക്ക് പ്രധാനമായി ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമുണ്ട്. എന്താണ്? ഇയാൾക്കെതിരെയുള്ള ആദ്യത്തെ പരാതി വന്ന സമയം എന്ന് പറയുന്നത് തന്നെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിന് ശേഷമായിരുന്നു. അതിനു മുമ്പ് 2-3 മാസം നിശബ്ദതയായിരുന്നു. അപ്പോൾ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചപ്പോൾ ഇയാൾക്കെതിരെ ഒരു സ്ത്രീ വന്നു എന്ന് പറയുമ്പോൾ അത് ശബരിമല കൊള്ള പോലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ മറച്ചുവെക്കാൻ വേണ്ടിയായിരുന്നു എന്ന് മാധ്യമങ്ങൾക്ക് ആ ബോധോദയം എന്താണ് മാധ്യമങ്ങൾക്ക് ഉണ്ടാവായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ മാധ്യമങ്ങൾ എന്താ പറഞ്ഞത്? മാധ്യമങ്ങൾ ഇത് ശബരിമല കൊള്ള മറച്ചുവെക്കാനാണെന്നുള്ളത് അറിഞ്ഞിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വന്ന ആരോപണങ്ങളുടെ പുറകെ അന്ധമായി പോവുകയല്ലേ അവർ ചെയ്തത്. അപ്പോൾ CPM-ന്റെ ഈ കാര്യത്തിലുള്ള ഒരു ട്രാപ്പ്, ഒരു കെണി മനസ്സിലാകാതിരുന്നിട്ടാണോ അതോ മനസ്സിലായിട്ട് നിശബ്ദമായിരുന്നതാണോ എന്നറിയില്ല. എന്തായാലും തെരഞ്ഞെടുപ്പ് കാലത്ത് CPM-ന്റെ കോടാലിക്കൈയായി ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ മാധ്യമങ്ങൾ മാറി എന്നുള്ളതല്ലേ നമുക്ക് മനസ്സിലാവേണ്ടത് സുഹൃത്തുക്കളെ. ഇനി കേസുകൾക്കകത്തെല്ലാം ഒരുപാട് വൈരുദ്ധ്യങ്ങൾ കണ്ടു. കോടതികൾ തള്ളി. വഞ്ചിയൂരിലെ CJM കോടതി തള്ളി, വഞ്ചിയൂരിലെ സെഷൻസ് കോടതിയും തള്ളി, പത്തനംതിട്ട സെഷൻസ് കോടതിയും തള്ളി. അതിൽ ഒരുപാട് വൈരുദ്ധ്യങ്ങൾ പറഞ്ഞു. ബലാത്സംഗം നടന്നിട്ടില്ല എന്നുള്ളത് പറഞ്ഞു. ഇനി അതുമാത്രമാണ്, മൂന്നാമത്തെ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം പറഞ്ഞിട്ടുള്ള ആ രാഷ്ട്രീയ നേതാവിനോടല്ല, ആ പൗരനോട് പിണറായി സർക്കാർ കാണിച്ച കടുത്ത മനുഷ്യാവകാശ ലംഘനയില്ലേ സുഹൃത്തുക്കളെ? ആ മനുഷ്യാവകാശ ലംഘനം എന്താണ് മാധ്യമങ്ങൾ ഹൈലൈറ്റ് ചെയ്യാതിരുന്നത്? എത്ര നീചവും നികർഷവുമായിട്ടാണ് ആ ചെറുപ്പക്കാരനെ അവിടുന്ന് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചുകൊണ്ട് അയാളെ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത്. ആ മനുഷ്യാവകാശ ലംഘനം നടത്തി പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയപ്പോൾ ആ പോലീസിൻ്റെ കോടാലി കൈയായി അധപ്പതിക്കുകയല്ലേ ഇവിടുത്തെ മാധ്യമങ്ങൾ ചെയ്തത്. വലിയ പറഞ്ഞ പോലെ വളരെ സുസംഘടിതമായി വലിയ പ്ലാനിങ്ങോടുകൂടി അറസ്റ്റ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് ഈ പോലീസ് കൊടുത്ത ഷർട്ടിൽ വിഴുങ്ങുകയല്ലേ ഇവിടുത്തെ അന്നത്തെ മാധ്യമങ്ങൾ ചെയ്തത്. രാത്രി 12:30 മണിക്കാണ് അറസ്റ്റ് ചെയ്തുള്ളൂ. ഇപ്പോൾ പത്തനംതിട്ട സെഷൻസ് കോടതി എന്താ പറഞ്ഞത്? പത്തനംതിട്ട സെഷൻസ് കോടതി പറഞ്ഞത് എല്ലാ മാനദണ്ഡങ്ങളും ലംഘിച്ചാണ് രാഹുൽ മാങ്കൂട്ടത്തിനെ അവിടുന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയത് എന്നല്ലേ പത്തനംതിട്ട സെഷൻസ് കോടതി പറഞ്ഞു. ഗ്രൗണ്ട്സ് ഓഫ് അറസ്റ്റ് അയാളെ അറിയിച്ചില്ല, അത് പറഞ്ഞു. അതോടൊപ്പം തന്നെ പരാതിക്കാരി പരാതി കൊടുക്കുമ്പോഴുള്ള മാൻഡേറ്ററി ആയിട്ടുള്ള റിക്വയർമെൻറ്റ്സ് ഉണ്ട്. പരാതി കൊടുത്തു കഴിഞ്ഞാൽ 3 ദിവസത്തിനുള്ളിൽ വന്ന് ഒപ്പിടണം സ്റ്റേഷൻ ഹൗസ് ഓഫീസർ മുമ്പിൽ. അതൊന്നും ചെയ്തിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് നടപടിക്രമങ്ങൾ പാലിച്ചല്ല എന്ന് ഇപ്പോൾ കോടതി പറഞ്ഞിരിക്കുമല്ലേ. അത് ആ അർത്ഥത്തിൽ ജനങ്ങളുമായി ചർച്ച ചെയ്യാനുള്ള ബാധ്യത, ഉത്തരവാദിത്വം, ചുമതല രാഹുൽ മാങ്കൂട്ടത്തിന് പീഡിപ്പിച്ച മാധ്യമങ്ങൾക്കില്ലേ സുഹൃത്തുക്കൾ? അയാളൊരു രാഷ്ട്രീയ നേതാവോ അല്ലെ MLA ആണെന്നുള്ളത് മാറ്റിവെക്കുക. ഒരു പൗരനോട് കാണിച്ച കടുത്ത മനുഷ്യാവകാശ ലംഘനം അത് ജനങ്ങളെ അറിയിക്കാനുള്ള ബാധ്യതയില്ല. അത് ഞാനും അനുഭവിച്ചതാണ്. എന്നെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയതും മനുഷ്യാവകാശ ലംഘനം. അന്നും എനിക്ക് എതിരെ ആഘോഷിക്കുകയായിരുന്നു ഈ ദൃശ്യമാധ്യമങ്ങൾ. ഇനി മൂന്നാമത്തെ പരാതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ആ ചെറുപ്പക്കാരനെ കൊണ്ടുപോയ അടുത്തൊക്കെ ആ ചെറുപ്പക്കാരനെ ആക്രമിക്കാൻ വേണ്ടി പോലീസുകാർ ഇട്ടുകൊടുത്തപ്പോഴും ആ ചെറുപ്പക്കാരനെതിരെ ചീമോട്ട എറിഞ്ഞപ്പോഴും ഒക്കെ അത് ആഘോഷവും ആർമാദവുമായി മാറ്റുകയല്ലായിരുന്നു കേരളത്തിലെ മാധ്യമങ്ങൾ ചെയ്തത്. ഇപ്പൊ മൂന്നാമത്തെ കേസിൽ ജാമ്യം കിട്ടിയപ്പോഴും എന്തുകൊണ്ട് ജാമ്യം കിട്ടി എന്നുള്ളത് പറയാതെ കർശനമായ ഉപാധികളോടുകൂടി ജാമ്യം കിട്ടി. എന്തൊരു ചെറ്റത്തരമാണ് ഈ മാധ്യമങ്ങൾ കാണിക്കുന്നത് എന്ന് ആലോചിച്ച് നോക്കുക. എന്തൊരു ചെറ്റത്തരമാണ് ഇതൊക്കെ ആളുകൾ അങ്ങ് തൊണ്ട തൊടാതെ വിഴുങ്ങും എന്നാണോ ഈ മാധ്യമങ്ങൾ കരുതുന്നത്? അല്ല, ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ കാലഘട്ടമാണ്. യാഥാർത്ഥ്യം എന്താണെന്ന് ജനങ്ങൾക്ക് മനസ്സിലാവും. അതുകൊണ്ട് രാഹുൽ മാങ്കൂട്ടം നിറഞ്ഞ ചെറുപ്പക്കാരനെതിരെ കാണിച്ച ഹീനവും നീചവും നികൃഷ്ടവുമായിട്ടുള്ള നിലപാട് തിരുത്താനുള്ള അവസരം കേരളത്തിലെ മാധ്യമങ്ങൾക്ക്, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾക്ക് ലഭിച്ചതാണ്. അത് തിരുത്തുന്നതിന് പകരം വീണ്ടും അയാളെ പീഡിപ്പിക്കാനുള്ള വളരെ തെറ്റായിട്ടുള്ള ഒരു സമീപനമാണ് കേരളത്തിലെ മാധ്യമങ്ങൾ, പ്രത്യേകിച്ച് ദൃശ്യമാധ്യമങ്ങൾ, അതിനകത്തെ ചില മാധ്യമ പുങ്കോവന്മാർ, ചില ചെറുപ്പക്കാരും ചില ചെറുപ്പക്കാരികൾ എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിലൂടെ ശ്രമിച്ചിട്ടുള്ളത്. എന്തായാലും ഈ മാധ്യമങ്ങളുടെ വിശ്വാസ്യത തകർന്ന് തരിപ്പണമായിരിക്കുകയാണ് എന്നത് വ്യക്തമാണ്. അതതിൻ്റെ ആ മാധ്യമങ്ങളുടെ ഉടമകൾ മനസ്സിലാക്കിയാൽ കൊള്ളാം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. നിങ്ങൾ ചെയ്തിട്ടുള്ള ഈ മാധ്യമ പ്രവർത്തനത്തിലൂടെ രാഹുൽ മാങ്കൂട്ടം എന്ന ചെറുപ്പക്കാരൻ്റെ അയാളുടെ പ്രശസ്തി വർദ്ധിക്കുകയാണ് എന്നാണ് മാധ്യമങ്ങൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഈ ഏകപക്ഷീയമായിട്ടുള്ള, ഈ നീചമായിട്ടുള്ള, ഈ ഭരണകൂടത്തിൻ്റെ കോടാലിക്കൈയായിട്ടുള്ള ഈ പ്രവർത്തനം ഇനിയെങ്കിലും നിർത്തിവെച്ചുകൊണ്ട്
രാഹുൽ മാങ്കൂട്ടത്തിനെ പീഡിപ്പിച്ചത് തെറ്റായിപ്പോയി എന്ന് കൈകൂപ്പി ജനങ്ങളുടെ മുമ്പിൽ സമസ്താപരാധം പറയാൻ കേരളത്തിലെ മാധ്യമങ്ങൾ തയ്യാറായില്ലെങ്കിൽ ആ മാധ്യമങ്ങൾക്ക് ജനങ്ങളുടെ മുമ്പിൽ എന്തെങ്കിലും 1% വിശ്വാസ്യത ഉണ്ടായിരുന്നെങ്കിൽ അത് തകർന്ന് തരിപ്പണമാകും എന്നാണ് എനിക്ക് ആ മാധ്യമങ്ങളോട് ഈ അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്.